ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. റഫേൽ UN ഭക്ഷണ ക്യാമ്പിലും ഇസ്രയേൽ ആക്രമണം നടത്തി. അൽബലാഹിൽ ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ ഒരു കുടുംബത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 69 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ആയിരങ്ങളാണ് അഭയാർത്ഥി ക്യാമ്പുകളിലെ ഭക്ഷണ വിതരണത്തിനായി കാത്തുനിൽക്കുന്നത്. കുട്ടികളടക്കം പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി ഭക്ഷണത്തിന് നീണ്ട ക്യൂവിൽ കാത്തുനിൽക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഭക്ഷണ ക്യാമ്പുകളിൽ ഹമാസ് പിടിമുറുക്കുന്നുവെന്നാരോപിച്ചാണ് ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നത്. എന്നാൽ ഭക്ഷണ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ഇസ്രയേൽ പറയുന്നു. യുദ്ധക്കെടുതിയിലായ പലസ്തീനിൽ അമേരിക്കയും ജോർദനും ഈജിപ്തും ഫ്രാൻസും നെതർലൻഡും ബെൽജിയവും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ട്. ഗാസയിൽ താൽക്കാലിക തുറമുഖം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്ക. കപ്പൽ വഴി ഭക്ഷണം എത്തിക്കും. നേരത്തെ നിലവിലെ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ ഗാസയിലെ ജനങ്ങൾ പട്ടിണി കിടന്നു മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ താൽക്കാലിക തുറമുഖം പ്രവർത്തനക്ഷമമാക്കാൻ ആഴ്ചകളെടുത്തേക്കും. സൈപ്രസിലേക്കാകും അമേരിക്കൻ കപ്പലുകൾ എത്തുക. ഭക്ഷണം, വെള്ളം എന്നിവ കൂടാതെ താൽക്കാലിക പാർപ്പിട സൗകര്യങ്ങളും എത്തിക്കും. UN-ന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അമേരിക്കയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.